ഡാമുകളിൽ ബഫർ സോൺ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി. ഇരട്ടിയാറിന്റെ വികസനത്തെ പൂർണ്ണമായി ഇരുളിലടയ്ക്കുന്ന നടപടിയാണിത്. സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള അണക്കെട്ടുകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച് നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. ഉത്തരവ് നടപ്പായാൽ ഇരട്ടയാർ ടൗൺ പൂർണ്ണമായും ബഫർ സോണിന്റെ പരിധിയിലാകും. അണക്കെട്ടിന്റെ പരമാവധി ജലനിരപ്പിനുള്ളിൽ പഞ്ചായത്തിലെ 7 വാർഡുകൾ ഉൾപ്പെടും. ഇതോടെ സ്കൂൾ, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, മൃഗാശുപത്രി, പഞ്ചായത്ത്, സാംസ്കാരിക നിലയം, നാലുമുക്ക് പള്ളി, ശാന്തിഗ്രാം ക്ഷേത്രം, ശാന്തിഗ്രാം ഗവൺമെന്റ് സ്കൂൾ എന്നിവയെല്ലാം ബഫർ സോണിലാകും. ഭാവിയിൽ ഇവിടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയുമുണ്ടാകും. KEC ഇറക്കിയ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ KEC ഡാമുകളുടെയും പരിധിയിലുള്ള ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലവും കൂടി, അതായത് 120 മീറ്റർ ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള നീക്കമാണ് സർക്കാർ ഈ ഉത്തരവിലൂടെ നടത്തുന്നത്. ഈ ഉത്തരവ് നടപ്പിലാക്കിയാൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ പൂർണ്ണമായി ബഫർ സോണിൻ്റെ പരിധിയിൽ വരികയാണ്. ടൗൺ പൂർണ്ണമായി മാത്രമല്ല, ഇരട്ടിയാർ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 7 വാർഡുകൾ പൂർണ്ണമായും 2 വാർഡുകൾ ഭാഗികമായും ഈ ബഫർ സോണിൻ്റെ പരിധിയിൽ വരുന്ന ഭയാനകമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇരട്ടയാറിൽ KECBക്ക് ആവശ്യമുള്ള സ്ഥലം ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലം ആവശ്യമില്ലെന്നും ഇവിടെ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലെന്നും 2004 UDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉത്തരവിറക്കിയിരുന്നു. തുടർന്നാണ് 10 ചെയിൻ മേഖലയിൽ പട്ടയം നൽകിയത്. ബഫർ സോൺ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ അണക്കെട്ടുകളും ഉൾപ്പെട്ടാൽ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. ജണ്ടയ്ക്കുള്ളിലുള്ള സ്ഥലത്തിന് മാത്രമേ വൈദ്യുതി ബോർഡ് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളൂ. ജണ്ടയ്ക്ക് പുറത്ത് നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു. കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മഠത്തുമുറി, പഞ്ചായത്തംഗങ്ങളായ ജോസ് തച്ചാമ്പറമ്പിൽ, ജോസൂട്ടി അരിപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ്, ജോയി ഒഴികയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.